മാതൃഭൂമി ന്യൂസ് പുറത്തേക്ക് കൊണ്ടുവന്ന പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. അത് കണ്ണൂരിൽ ജില്ലയിൽ നിന്നുള്ള കണക്കാണ് പുറത്തേക്ക് വരുന്നത്. അവിടെ മാത്രം നഷ്ടമായിരിക്കുന്നത് 14 കോടി രൂപയിൽ ഏറെയാണ്. 5000-ലേറെ പേരാണ് തട്ടിപ്പിനിരയായത്. എന്നാൽ 2100 പേരാണ് പോലീസിൽ ഇതുവരെ പരാതി നൽകിയിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിൽ പാതിവില തട്ടിപ്പിൽ ഗുണഭോക്താക്കൾക്ക് സീഡ് സൊസൈറ്റി നൽകേണ്ടത് 14.86 കോടി രൂപ. ഇതിൽ 12 കോടിയോളം രൂപ സ്കൂട്ടർ ബുക്ക് ചെയ്തവരുടേതാണ്. 2026 പേരാണ് സ്കൂട്ടറിന് വേണ്ടി പണമടച്ചത്. 10,000-ലേറെ പേർ ജില്ലയിൽ സീഡ് സൊസൈറ്റിയിൽ അംഗങ്ങളാണ്. സീഡ് സൊസൈറ്റി തന്നെയാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത്. കണ്ണൂർ ജില്ലയിൽ 10,000-ൽ മേലെ ഉണ്ടാവും. ഇപ്പം നമുക്ക് ഈ ഒരു പ്രശ്നം വന്നേരം കുറേ ആൾക്കാരുടെ മെമ്പർഷിപ്പ് തിരിച്ചു കൊടുക്കേണ്ട ഇതെല്ലാം വരുന്നത്. ജില്ലയിൽ 52ഓളം പ്രൊമോട്ടർമാരും 55ഓളം കോർഡിനേറ്റർമാരും 250ഓളം പ്രൊമോട്ടർമാരും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അവരിൽ നിന്നും ഒക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വെച്ചാൽ അതിലിടയിൽ കുറേ പ്രശ്നങ്ങൾ വന്നു, അങ്ങ് പോകേണ്ടി വന്നിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 2000-ലേറെ പേരാണ് പരാതി നൽകിയിട്ടുള്ളത്. എന്നാൽ അതിലും അധികം പേർ തട്ടിപ്പിനിരയായിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ പലരും പരാതി നൽകാൻ തയ്യാറായിട്ടില്ല. പോലീസ് അസോസിയേഷനെയും തട്ടിപ്പുകാർ ഉപയോഗപ്പെടുത്തി. വിദ്യാർത്ഥികൾക്കുള്ള കിറ്റുകൾ വിതരണം ചെയ്തത് അസോസിയേഷൻ മുഖേനയാണ്. സാധാരണക്കാർക്ക് പദ്ധതിയിൽ വിശ്വാസമുറപ്പിക്കാൻ പോലീസ് അസോസിയേഷൻ വഴിയുള്ള ഈ കിറ്റ് വിതരണവും കാരണമായി. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.